ദോശേൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെഡ് ചട്നീൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിപ്പോൾ ദോശ ഇഡ്ഡലി ഇതിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇതിൽ നമ്മൾ തക്കാളിയും അതുപോലെ സവാളയും ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വഴറ്റി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങയാണെങ്കിൽ കുറച്ച് സമയം മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 5-6 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ സവാള നമ്മൾ ഇതിൽ ചേർക്കരുത് കേട്ടോ, സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കട്ടെ, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്നിക്ക് നല്ലൊരു റെഡ് കളർ ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുന്ന ഇതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് തന്നെ മോരാണ് കേട്ടോ. നല്ല പുളിയുള്ള മോരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളവും വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചട്നിയിൽ വറുത്തിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ചട്നി അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർക്കുക. നമ്മൾ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ചട്നിക്ക് ഒരു പച്ചച്ചോവ ഉണ്ടാകും. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണ്ട കേട്ടോ. ഇനി നമ്മളിത് നല്ല ഫൈനായിട്ട് തന്നെ മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തരിതരിപ്പായിട്ടല്ല, നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. അങ്ങനെയാകുമ്പോഴാണ് ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ഇത്തിരി കട്ടിയായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നുണ്ട്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് അങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസും അതുപോലെ ഒരുപാട് ടൈറ്റും ആയിട്ടുള്ള ചട്നിയല്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പോ എരിവോ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ നമുക്കിനി ലാസ്റ്റ് വറുത്തിടുമ്പോൾ മുളക് പൊടി അതിൻ്റെ കൂടെ വറുത്തിടാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിലിനി ഡയറക്റ്റായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയും ചേർത്ത് കൊടുക്കണേ. കുറച്ച് മോര് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം കേട്ടോ, അതായത് ആ മോരിൻ്റെ പുളി ഇതിൽ മുന്നിട്ട് നിൽക്കണം. അതാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പം കുറച്ച് പുളീൻ്റെ കുറവുണ്ട്, ഞാൻ അതുകൊണ്ട് ഇത്തിരിയും കൂടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ പുളി അങ്ങ് ചേർക്കുമ്പോൾ പിന്നെ എന്തായാലും ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാകും. കുറച്ച് ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. കാരണം ഈ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം, അതായത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ഒരു മോര് ഇതിൽ നിന്ന് ഇങ്ങനെ കിടന്ന് കുറച്ചും കൂടിയും പുളി വരും. അപ്പോൾ ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയങ്ങ് തീരുകയും ചെയ്യും. രാവിലെ എടുക്കാം, നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് എടുക്കാം. അതുപോലെ തന്നെ ഇതാ ഇത്തിരിയും കൂടി ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാടങ്ങ് പുളിച്ച ഇഡ്ഡലിക്കും ദോശക്കും പറ്റൂല കേട്ടോ. ദോശേൻ്റെ ഇഡ്ഡലീൻ്റെ ഒക്കെ മാവ് ഉണ്ടാവില്ലേ, നമ്മൾ നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ട് അധികം പുളിയില്ലാണ്ട് നിൽക്കുന്ന ആ ഒരു ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാവില്ലേ, അതിനായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നമുക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അങ്ങ് വറുത്തിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചട്നിക്ക് എരിവ് പോരാന്നുണ്ടെങ്കിലും അതുപോലെ ചട്നിക്ക് നല്ലൊരു കളർ ഇനിയും വേണമെന്നുണ്ടെങ്കിലും കുറച്ച് മുളക് പൊടി നമുക്ക് ആ വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. അതുപോലെ ദോശയെല്ലാം അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ചോറായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനായി. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.